കണ്ടു പോയോ? നന്നായിരുന്നു, വളരെ നന്നായിരുന്നു, വളരെ ഫീൽ ഉണ്ടായിരുന്നു, വളരെ വളരെ ഇഷ്ടപ്പെട്ടു. പക്ഷെ അവസാനമായപ്പോ കിട്ടണമായിരുന്നൊരു തോന്നൽ വന്നു. ലൈലേന കരിഞ്ഞു അവസാനം. നല്ല ടച്ച് പടം അടിപൊളി, മ്യൂസിക് അടിപൊളി. പടം എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല രസമുള്ള ചെറിയ സിനിമയാണ്. ഒരു നല്ല ഡയറക്ഷൻ, സൈചേട്ടൻ രസമായിട്ട് പരിപാടി ചെയ്തിട്ടുണ്ട്. നിങ്ങളെല്ലാവരും കാണണം. പടം നല്ല ഫിലിമാണ്. ഒരു വ്യത്യസ്തമായ രീതിയിൽ ഒരു പ്രണയം പറഞ്ഞു പോകുന്നു. സൈചേട്ടൻ നന്നായിട്ട് അടിപൊളിയായിട്ട് തന്നെ നല്ല നല്ല കിടിലം പെർഫോമൻസ് ആയിരുന്നു. ആക്ട് ചെയ്തിട്ടുള്ള എല്ലാവരും നല്ല പെർഫോമൻസ് ആയിരുന്നു. അപ്പൊ തീർച്ചയായും എല്ലാവരും തിയേറ്ററിൽ തന്നെ എക്സ്പീരിയൻസ് ചെയ്യാനാണ് എനിക്ക് പറയാനുള്ളത്. റൊമാൻസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊരു ഇച്ചിരി പഴയ കാലത്തെ ടൈപ്പ് റൊമാൻസ് ആണ്. ഡീപ്പാണ്, നമുക്ക് നല്ലപോലെ ഫീൽ ആവും, എല്ലാവർക്കും ഇഷ്ടപ്പെടും. പിടിച്ചു നിൽക്കണതിന് കുഴപ്പമൊന്നുമില്ല. മീൻസ് എല്ലാ പടത്തിനും അതിൻ്റെതായിട്ടുള്ള ഓഡിയൻസ് ഉണ്ടാവുമല്ലോ. അപ്പൊ ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടും, ആരും മോശം പറയൂല. ലൈറ്റ് ഹാർട്ടഡ് പടമാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടും. അഭിലാഷം പടം ഒരു ഫാമിലി കണക്ട് ചെയ്യുന്ന ഒരു കഥയാണ്. അഭിനയിച്ച എല്ലാവരും, അതായത് സൈജി കുറുപ്പാണ് പ്രത്യേകിച്ച് എടുത്തു പറയുന്നത്. പുള്ളിക്കാരൻ ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ അഭിനയിച്ച എല്ലാ ക്യാരക്ടേഴ്സും നല്ല രസമായിട്ട് വന്നിട്ടുണ്ട്. മെയിൻ കഥ പറയുകയാണെങ്കിൽ ഇതൊരു ഫാമിലി, അതായത് ഒരു പ്രണയം തുറന്നു പറയാൻ പറ്റാത്ത ഒരു കഥയാണ് കാട്ടുന്നത്. അതൊക്കെ നമുക്ക് കണക്ട് ചെയ്ത് കാണാൻ പറ്റുന്ന ഒരു പടം. പിന്നെ നല്ല നല്ല പാട്ടുകളുണ്ട് ഇതില്, അതാണ് ഒന്നുകൂടി നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ അർജുൻ അശോകൻ പുള്ളിക്കാരൻ ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. പുള്ളിക്കാരൻ ഒരു കോമഡി കലർന്നൊരു വേഷമാണ് ചെയ്തേക്കണേ. അതൊക്കെ രസമായിട്ട് പുള്ളിക്കാരൻ ചെയ്തിട്ടുണ്ട്. എന്തായാലും പടം തിയേറ്റർ വാച്ചബിൾ ആണ്. ഇല്ല, എമ്പുരാൻ എവിടെ കിടക്കണം, അഭിലാഷൻ എവിടെ കിടക്കണം, രണ്ട് തരാണ്. ഏതായാലും എമ്പുരാൻ വേറൊരു ബിഗ് ബഡ്ജറ്റ് പടമല്ലേ, എമ്പുരാനെ പോലെയല്ല അഭിലാഷം. ഇതൊരു ചെറിയൊരു ഫാമിലി മൂവി. എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ട്.